പക്ഷെ കോൺഗ്രസ് വളരെ എന്തുമെടുത്ത് ഉപയോഗിക്കും. മൂല്യങ്ങളില്ലാത്ത കോൺഗ്രസ് അവർക്ക് എന്ത് കിട്ടിയാലും അവർ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഉപ്പ് വെച്ച കലം പോലെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ SDP സഖ്യമുണ്ടാക്കിയില്ലേ തമിഴ്നാട്ടിൽ സഖ്യമുണ്ടാക്കിയല്ലേ മത്സരിക്കുന്നത്. വാട്ട് ജസ്റ്റിഫിക്കേഷൻ? അതുകൊണ്ട് ഞങ്ങളിതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ പറയും. 3 തവണയും നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നത് വൈസ് വോട്ടിങ്ങിനെ അതിജീവിച്ച. എന്താണ് വൈസ് വോട്ടിംഗ് എന്ന് മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആർക്കാണോ നരേന്ദ്രമോദിയുടെ ആളിനെ തോൽപ്പിക്കാൻ സാധിക്കുക അവർക്ക് വോട്ട് കൊടുക്കുന്ന തന്ത്രം. ആരൊക്കെ പങ്കാളികളായത് ചോദിച്ചെന്നെ വിവാദത്തിലാക്കണ്ട. പക്ഷെ അതൊന്നും ഇല്ലാതിരുന്നിട്ടും ഇന്ത്യയിൽ ഭൂരിപക്ഷത്തോട് വന്നില്ലേ, 3 തവണ വന്നില്ലേ. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം ബീഹാർ ഉൾപ്പെടെ നേട്ടമുണ്ടായില്ലേ. അൾട്ടിമേറ്റ്ലി ആരാണ് സുപ്രീം? ജനങ്ങളാണ് സുപ്രീം. ആ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളിതെല്ലാം പറയും. ആ പറയുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം ഇന്ത്യയിലെ ജനങ്ങളിലുണ്ട്, കേരളത്തിലെ ജനങ്ങളിലും ഇപ്പോഴുണ്ട്. അതുകൊണ്ട് ആ നിലയ്ക്ക് മുന്നോട്ട് പോകാനാണ് BJP തീരുമാനിച്ചിട്ടുള്ളത്. അല്ല, തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പിലെ ബാധിക്കില്ലോ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ക്രിസ്ത്യ സമുദായം എക്കാലത്തും വളരെ ഉയർന്നു ചിന്തിക്കുന്ന ഒരു സമൂഹമാണ്. തൃശ്ശൂരിൽ എനിക്കറിയാം. തൃശ്ശൂരിലെ നടന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം എനിക്കന്നറിയാമായിരുന്നു. അവരുടെ വോട്ട് കിട്ടിയിട്ടല്ലേ 75,000 വോട്ടിൻ്റെ 80,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിച്ചത്. എന്തോ പറഞ്ഞില്ല, മനസ്സിലായില്ല. പൂരമൊന്നും അതിൽ വലിയ ഇഷ്യൂ ഒന്നും ആയിരുന്നില്ല. പൂരം ഉണ്ടെങ്കിൽ പൂരത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അവിടുത്തെ ആദ്യത്തെ നിലപാടെന്തായിരുന്നു അവിടുത്തെ സഭയുടേത്? എനിക്കറിയാവുന്ന ആളാണ്, ഞാനവിടെ പറയുന്നില്ല. അവസാന ഘട്ടത്തിൽ അവരെ വിളിച്ചോലിൽ വേണ്ട, അയാൾക്കെതിരായിട്ട് സുരേഷ് ഗോപിക്കെതിരായിട്ട് അവരുടെ ആനുകാലികത്തിൽ എഴുതേണ്ടതില്ല എന്നൊക്കെ അവർ തീരുമാനിച്ചു. അത്തരം നല്ല കാര്യം അവർ ചെയ്തു. ഇപ്പോഴും അതൊക്കെ തന്നെ സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എഴുതിത്തള്ളേണ്ട ആവശ്യമില്ല. ഈ നിയമം കൊണ്ട് ഒരാൾക്കും ഒരു ദോഷവും വരാനില്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. പക്ഷെ ഭീകരവാദികൾക്ക് പണം പമ്പ് ചെയ്യുന്ന ഒരു മേഖലയായിരുന്നത്. അത് തടയിടാനായിട്ട് അതിൽ വോട്ട് കിട്ടുമോ വോട്ട് കിട്ടില്ല എന്നുള്ളതല്ല, കിട്ടും. എനിക്കറിയില്ല, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല, എനിക്കറിയില്ല. ബില്ല് പാസ്സാക്കരുത് കേരള BJP തീരുമാനം എടുത്തതായിട്ട് എനിക്കറിയില്ല. രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യത്തെപ്പറ്റി എനിക്കറിയില്ല. എഴുത്തച്ഛൻ സുരേഷ് ഗോപിയോട് ഈ കാര്യം ചോദിക്കണം. യു ആർ അഡ്രസ്സിങ് സംബഡി എൽസ്. എനിക്കതറിയില്ല അദ്ദേഹം പറഞ്ഞത്. എന്താ പ്രതിമയോട് ഇത്ര വിരോധം? എന്താ പ്രതിമ സ്ഥാപിച്ചുകൂടാന്നുള്ള തീരുമാനം? എന്താ പ്രേം നസീറിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ 2 പ്രാവശ്യം മുമ്പുള്ള ഭരണകൂടം ബഡ്ജറ്റിൽ 30 ലക്ഷം രൂപ വെച്ചു. പ്രതിമ പാടില്ല. അപ്പോൾ പ്രതിമ പാടില്ല എന്നുള്ള ദുശാഠ്യം പിടിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? തുഞ്ചത്താചാര്യൻ്റെ പേരിൽ പ്രതിമ പാടില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആശയം താങ്കൾ പറയുന്നത്. അതിനോട് ഞാൻ 100% വിയോജിക്കുന്നു. അതിനുള്ള ഉത്തരമാണ് ജമാഅത്തെ ഇസ്ലാമി മാധ്യമത്തിലൂടെ പറഞ്ഞ. അതുകൊണ്ടത് എൻ്റെ വാക്കല്ല. മുഖ്യ സംഘാടകർ മുസ്ലിം ലീഗാണ്. ഏറ്റവും മുന്തിയ വിഭാഗം അവരാണ് എതിർക്കുന്നത്. 47 ഓഗസ്റ്റ് 16 ഒരൊറ്റ രാത്രി കൊണ്ട് 4000-ലേറെ പേരെ കൊന്നുതള്ളിയ കൊൽക്കത്ത ഡയറക്റ്റ് ആക്ഷൻ പോലുള്ള മികച്ച തീവ്രവാദ വിരുദ്ധ പ്രവർത്തകരുടെ റെക്കോർഡ് കീശയിലിട്ട് നടക്കുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അത്തരം ചിന്താഗതി ഉണ്ടെങ്കിൽ അവർ പ്രതിമ പാടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ തെറ്റി തിരുത്തണമെന്ന് എൻ്റെ അഭിപ്രായം.
താങ്കൾ എന്താ അത് തെറ്റ് കാണുന്നത്? എന്താ എനിക്ക് മനസ്സിലായില്ല. ഉണ്ടല്ലോ, ഞാൻ എത്രയോ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ദുഷ്ടലാക്കുമില്ല. പ്രതിമ സ്ഥാപിക്കരുത് തുഞ്ചത്താചാരെന്ന് പരസ്യമായി വാദിച്ച അവിടുത്തെ ലോക്കൽ ബോഡിയുടെ റെസൊല്യൂഷനുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ഇന്ത്യയിലെ ഭരണഘടനയ്ക്കും മതേതര സങ്കല്പങ്ങൾക്കും ഇന്ത്യൻ ദേശീയതയ്ക്കും എതിരാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞത്.